അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ പിള്ളേര്. നമ്മുടെ വലിയ പോർച്ചുഗൽ ഫാൻസ് ആണ് ഇവര്. നമ്മൾ പക്ഷെ അർജന്റീനയാണ്. നമ്മുടെ വീട് ഇവിടെ ഫുള്ള് അർജന്റീന ഫാൻ മയാണ്. പക്ഷെ നമ്മുടെ ഏരിയയില് എല്ലാവരും ഉണ്ട്. അതെ, ഇവിടെ നമ്മുടെ ഏരിയ ഫുൾ ബ്രസീൽ ഉണ്ട്, പോർച്ചുഗൽ ഉണ്ട്, അർജന്റീന ഉണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഒത്തൊരുമയുണ്ട്. അത് വേറെ കാര്യം. നമുക്ക് ഇവിടെ വെച്ച ഫ്ലെക്സുകളൊക്കെ ഒന്ന് കാണാം. നല്ല കിടിലം ഫ്ലെക്സുകളാണ് ഇവിടെ എല്ലാവരും. വീട് കണ്ടില്ലേ, നമ്മുടെ വീട് ഇത് അർജന്റീന മയം. നമ്മൾ പണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ മറഡോണരെ കാലം തൊട്ട് നമ്മൾ അർജന്റീനയാണ്. എന്നും നമ്മൾ അർജന്റീന ആയിരിക്കും. ഇവിടെ അമ്പാടിക്കോളുണ്ട്. നമ്മുടെ ഇവിടെ അർജന്റീനയിലെ തോരണങ്ങളൊക്കെ ഇട്ടിരിക്കണേ. നിങ്ങൾ ആദ്യം പോർച്ചുഗൽ കാണിക്കാൻ കൊണ്ട് വേണോ? പോർച്ചുഗലിന്റെ കൊട്ടിയൊക്കെ നോക്കി കെട്ടിയിട്ട് നാട്ടിൽ നിൽക്കുമ്പോ ഇതൊക്കെ ഒരു രസാട്ടാ. ഒറ്റയാൻ കാട് ഇറങ്ങി മക്കളെ എന്ന് ഇന്നലെ പറഞ്ഞത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നിന്റെയൊക്കെ കൂട്ടത്തോട് പറഞ്ഞേക്ക് ഒറ്റയാൻ വീണ്ടും കാട് കയറിയെന്ന്. ഇത് ഭൂതകാലം പറഞ്ഞ് പേടിപ്പിക്കുന്ന ഹിറ്റ്ലറിന്റെ കഥയല്ല, ഇത് സിംഹാസനം ഒഴിയുന്ന രാജാവിന്റെ അവസാന യുദ്ധത്തിന്റെ കഥയാണ്. കിട്ടില്ല. അത് കഴിഞ്ഞത് തൊട്ടപ്പുറത്തതാ ഇംഗ്ലണ്ടിന്റെ ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ് നമ്മുടെ പാലേട്ടൻ. ഇനിയുള്ള കഴിഞ്ഞുപോയ അസ്തമയങ്ങളിൽ ഞങ്ങൾക്ക് നിരാശയില്ല, ഇനിയുള്ള ഉദയങ്ങളിൽ ഞങ്ങളുടേതാണ്. ഇംഗ്ലണ്ട് ഫാൻസ്. ഇത് നമ്മുടെ തൃശ്ശൂര് കോർപ്പറേഷന്റെ പൂന്തോട്ടം ഉണ്ടോ താഴെ? അത് നല്ല രസമായിട്ടുള്ള സ്ഥലമാണ്. കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ ബ്രസീലും മറ്റേ അർജന്റീനയും എല്ലാവരും തോരണങ്ങളൊക്കെ കെട്ടി അലങ്കരിച്ചിരിക്കുകയാണ്. ഇതാ നമ്മുടെ മെസ്സി, നമ്മുടെ ഒരേ ഒരു രാജാവ്. അതുപോലെ തന്നെ നമ്മുടെ പോർച്ചുഗീസിന്റെ കൂടി ഇവിടെ ഉണ്ട്, പോർച്ചുഗലുകാർ കൂടി കെട്ടിയിട്ടുണ്ട്, നമ്മുടെ അർജന്റീനയുടെ കൂടി ഉണ്ട്. ഫുട്ബോൾ മയാണ്. നമ്മുടെ അർജന്റീനയുടെ 2 ഫ്ലക്സ് ആണ് നമ്മുടെ ഇവിടെ ഇരിക്കണേ. ചെറിയ കളിയൊന്നല്ല. നമ്മുടെ യൂത്ത് വോയ്സ് അമ്പാടിക്കുളത്തിന്റെ പേരിൽ ഒരേ ഒരു രാജാവ് മെസ്സിയുടെ ഫ്ലെക്സും നമ്മുടെ അർജന്റീനയുടെ വേറൊരു വലിയ ഫ്ലെക്സും വെച്ചിട്ടുണ്ട്. പക്ഷെ തൊട്ടപ്പുറത്ത് തന്നെ അവിടെ ബ്രസീലിന്റെ ഫ്ലെക്സും കാണാം നമുക്ക്. ബ്രസീൽ ഫാൻസ് ഇവിടെ, പക്ഷെ ഇവിടെ കുറവ് ബ്രസീൽ ഫാൻസ് ആണെന്ന് തോന്നുന്നു. പോർച്ചുഗലിനും അർജന്റീനയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ്. നമ്മുടെ ബ്രസീൽ ഫാൻസിന്റെ ഫ്ലെക്സും അരങ്ങൊക്കെ കേട്ടോ. നല്ല പച്ച മാവിന്റെ അല്ലെങ്കിൽ അനുയോജ്യമായ കൊടിയായതുകൊണ്ട് നല്ല രസമുണ്ട് ഇവരുടെ അത് കാണാൻ വേണ്ടിയിട്ട്. ചെറിയ ഫ്ലെക്സാണ്. അപ്പൊ എന്താണ് ഇന്നലത്തെ ജയത്തെ പറ്റി അഭിപ്രായം ജോൺസേ? എന്തുട്ട് 2 ഗോൾ അടിച്ചു? കഷ്ടപ്പെട്ടാണ് അടിച്ചത്. എന്തോ ഭാഗ്യം. അതെ, എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അടിച്ചു. ഞങ്ങളുടെ അർജന്റീനയിൽ മെസ്സിയില്ല 2 കളിയിൽ ഗോൾ അടിച്ചു. 3 ഗോൾ ആദ്യത്തെ കളിയിൽ ഹാട്രിക്, ലോക റെക്കോർഡ്. അത് കഴിഞ്ഞപ്പോ 2 ഗോൾ. ഇപ്പൊ 18 ഗോളായിട്ട് ലോകത്തെ ഏറ്റവും വലിയ ഗോൾ അടിച്ച ആളാണ്ടാ ഞങ്ങളുടെ മെസ്സി. ഒരേ ഒരു രാജാവ് ഇതാ ഇവിടെ ഇതാ നിക്കണോ, ഒരേ ഒരു രാജാവ്. ഇല്ലല്ല, ഓക്കെ, റൊണാൾഡോ വലിയ കുഴപ്പമില്ലാന്നല്ലാതെ മെസ്സിയുടെ അത്രയൊന്നും റൊണാൾഡോ വന്നിട്ടില്ല മോനെ. എന്ത് സ്കില്ല്. ഞങ്ങൾക്ക് സ്കില്ലില്ലാണ്ടാണല്ലോ ഞങ്ങൾ ഇത്ര അധികം കളി കളിച്ച് ജയിക്കുന്നത്. ഞങ്ങളുടെ ചെക്കന്റെ ബർത്ത്ഡേ വന്ന് മനസ്സിലായ ഞങ്ങള് അതിനെന്താന്ന് കൊണ്ട് എന്താ കാര്യം? ഞങ്ങൾ ഇത്ര ഉഷാറായിട്ട് കളിച്ച് ഞങ്ങള് ഗോൾ അടിച്ച് ഞങ്ങൾ 2 കളി വേൾഡ് കപ്പിൽ 2 കളി ഞങ്ങൾ ഫോമിൽ വന്നു. മനസ്സിലായില്ലേ? കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞങ്ങൾ സൗദിയിലൂടെ ആദ്യം തോട്ടെ തുടങ്ങി, ഇത്തവണ വലിയ വിജയത്തോടെ തുടങ്ങിയിരിക്കണേ. ഞങ്ങൾ ഇത്തവണ കൊണ്ടുപോയിരിക്കും കപ്പ്. ഇത്തവണയും തൂക്കും നമ്മള്, മനസ്സിലായ? ഇത്തവണ ഞങ്ങൾ തൂക്കും. നമുക്ക് കാണാം. ഇത്തവണ നിങ്ങൾക്ക് കിട്ടില്ലടാ. അവര് ഒരാളല്ലേ ഉള്ളൂ കളിക്കാൻ. ബാക്കിയുള്ള ആൾക്കാരൊന്നും അത്ര പോരാ. ഇന്നലത്തെ കളിയിലേ അവര് പാവം പിടിച്ച ആൾക്കാർ ഉസ്ബെക്കിസ്ഥാൻകാർ ആയതുകൊണ്ട് ജയിച്ചു നൈസായിട്ട്. ഇനി അടുത്ത കളിയിൽ ഞങ്ങള് പപ്പടം പോലെ പൊട്ടിക്കും ജോർദാനെ. മനസ്സിലായ? ഓസ്ട്രിയ. ഓസ്ട്രിയ അത്ര വലിയ പൊട്ട ടീമൊന്നുമല്ല. പിന്നെ ഞങ്ങളുടെ ജോർദാനാണ് ഞങ്ങളെ അടുത്ത കളി. ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ പപ്പടം പോലെ പൊട്ടിക്കും. കൊളംബിയയുടെ കാര്യം പറയണ്ട. ഇന്ന് കൊളംബിയ കോസ്റ്ററിക്കനെ അങ്ങനെ വിരിഞ്ഞ് കെട്ടി. മനസ്സിലായി? അല്ല, കോസ്റ്ററിക്കനല്ല, മറ്റേ അതന്നെ എന്താ പറയാ, നമ്മൾ കഴിഞ്ഞ വട്ടം പോർച്ചുഗലിന് നശിപ്പിച്ച ടീമുണ്ടല്ലോ, എന്താ പേര്? കാങ്കോ. ഡി ആർ കോങ്കോനെ പരിപ്പിളക്കിയവര്. മനസ്സിലായ? അതുപോലെ ആയിരിക്കും ഇന്നത്തെ അവസ്ഥ. അന്നക്കുട്ടി എന്റെ തീർന്നിട്ട് റൊണാൾഡോ ഒക്കെ തീർന്നു ഇവിടെ. പിന്നെ
നോക്കാം നമുക്കപ്പോ. ഓക്കേ. ഞങ്ങള് തൂക്കിത്തവണയോ അർജന്റീന തൂക്കിയിരിക്കൂടാ. റൊണാൾഡോ തൂക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ കാണാം. ഓ അന്നക്കുട്ടി നോക്ക്. നിനക്ക് എത്ര ഇഷ്ടം റൊണാൾഡോനെ? എന്ത് മെസ്സിനെ ഇഷ്ടമില്ലാത്തത്? മെസ്സിനെ ഇഷ്ടമില്ലാത്തത് ഒരു പോരാത്ത എന്തിട്ട് പോരാത്തത്? ഓ പിന്നെ റൊണാൾഡോനെ വലിയ കാര്യൊന്നുമില്ല. റൊണാൾഡോ മെസ്സി വലിയ കാര്യമൊന്നുമല്ല. എന്നിട്ട് കാണാൻ നമുക്ക് എന്താണ്ടാവുകയാണ്. റൊണാൾഡോ സ്കിൽ പ്രൊഫഷണൽ വണ്ണാണ്. നോക്കാം നമുക്ക്. ബൈസിക്കിള് കൊണ്ടുപോണ്ടി വരും. ഇന്നലെ വയ്യാണ്ടായപ്പോ കൊണ്ടുപോണ്ടി പോരാ. അപ്പൊ ഓക്കെ, ഓക്കെ നമുക്ക് കാണാം. ഓക്കെ ബൈ.